എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസിന് സീറ്റുറപ്പിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നീക്കം നടത്തുകയാണ്. വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശൻ്റെ ഏറ്റവും വിശ്വസ്തനായ യുവ നേതാവാണ് എറണാകുളം DCC പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ്. വി ഡി സതീശനുമായി ഉറ്റ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉറ്റ അനുയായിയായ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് സീറ്റുറപ്പിക്കുന്ന ഒരു നീക്കവുമായി വി ഡി സതീശൻ രംഗത്ത് വരികയാണ്. വി ഡി സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടി പരിഗണിക്കുന്ന ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. എന്നാൽ കളമശ്ശേരി UDFൻ്റെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. കഴിഞ്ഞ 2 തവണയായി, ഒരുപക്ഷെ 3 തവണ, മൊത്തത്തിൽ 3 തവണയായിട്ട് കളമശ്ശേരിയിൽ മുസ്ലിം ലീഗാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. ഇതിൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ ഇബ്രാഹിം കുഞ്ഞാണ് കളമശ്ശേരിയിൽ വിജയിച്ചത്. അതിനുശേഷം കഴിഞ്ഞ തവണ ശ്രീ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ പാലാരിവട്ടം പാല അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളാലും ഇബ്രാഹിം കുഞ്ഞ് മാറി നിന്നു. ഇബ്രാഹിം കുഞ്ഞിന് പകരക്കാരനായി വന്നത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായിരുന്നു. പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെ പോലെ മകന് വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിലുള്ള ചില സംഘടനാപരമായ വിഷയങ്ങളും ഒക്കെ കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ UDFൻ്റെ പരാജയത്തിന് കാരണമായി. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ P രാജീവിനോട് പരാജയപ്പെടുകയായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ LDFൻ്റെ കയ്യിലാണ് ഈ സീറ്റുള്ളത്. ഈ സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഏതെങ്കിലും ഒരു ചർച്ചയിലൂടെ മറ്റൊരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് വച്ചുമാറാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അപ്രകാരം സീറ്റ് വച്ചുമാറുന്ന നീക്കം ഉണ്ടെങ്കിൽ കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് മറ്റേതെങ്കിലും ഒരു മണ്ഡലം മുസ്ലിം ലീഗിന് നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്രകാരമാണെങ്കിൽ മുഹമ്മദ് ഷിയാസിന് കളമശ്ശേരിയിൽ നറുക്ക് വീണേക്കാം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDFൻ്റെ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നേക്കാം. DCC പ്രസിഡൻ്റാണ്. DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാണെന്ന് കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ഒരു DCC പ്രസിഡൻ്റായിട്ട് തന്നെയാണ് അദ്ദേഹം തിളങ്ങുന്നത്. വി ഡി സതീശൻ്റെ വിശ്വസ്തനുമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കളമശ്ശേരി ഒരു ബാലികേറാ മലയല്ല. കാരണം കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള സംഘടനാ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയാം. പ്രത്യേകിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി പ്രത്യേകിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും തൊട്ടടുത്ത പഞ്ചായത്തിലുമൊക്കെ ശക്തമായ ഒരു സാന്നിധ്യം UDFനുണ്ട്, കോൺഗ്രസിനുണ്ട്. ഇതൊക്കെ തന്നെയാണ് മുഹമ്മദ് ഷിയാസിനെ ഈ മണ്ഡലത്തിൽ പരിഗണിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നിലവിൽ സീറ്റ് LDFൻ്റെ കയ്യിലാണ്. P രാജീവ് മന്ത്രിയാണ്. പക്ഷേ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ UDFന് ആത്മവിശ്വാസം ഉണ്ടായേക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് കളമശ്ശേരി. കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് എന്ന് പറയുമ്പോൾ അത് UDFൻ്റെ വോട്ടാണ്, കോൺഗ്രസിൻ്റെ വോട്ടാണ്. ലീഗിനേക്കാൾ സ്വാധീന ശക്തി തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് മണ്ഡലത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഘടനാ ശക്തിയുണ്ട്. അപ്രകാരം മുസ്ലിം ലീഗുമായി ചർച്ച നടത്തി ഈ സീറ്റ് വെച്ചു മാറുകയാണെങ്കിൽ വി ഡി സതീശൻ്റെ വിശ്വസ്തനായ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയാകും. ഇനി ഒരുപക്ഷെ മുന്നണി ചർച്ചയിലൂടെ ആ മണ്ഡലം തിരിച്ച് കോൺഗ്രസ്സിന് ലഭിക്കാനിടയില്ലെങ്കിൽ ഒരുപക്ഷെ ആലുവ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ആലുവയും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആലുവയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അൻവർ സാദത്താണ് MLA എങ്കിലും അദ്ദേഹം ടേം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തുടർച്ചയായ നിരവധി തവണ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ആലുവയിൽ സ്ഥാനാർത്ഥിയിൽ ഉണ്ടായി അവിടെയും മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലുവയിൽ തന്നെ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായേക്കാം. ഏതായാലും DCC പ്രസിഡന്റ് എന്ന് ഉള്ള നിലയ്ക്ക് മുഹമ്മദ് ഷിയാസിൻ്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി ശാക്തീകരിക്കുന്നതിൽ മുഹമ്മദ് ഷിയാസിൻ്റെ പങ്കും പരിഗണിച്ച് ഒരുപക്ഷെ ഈ 2 മണ്ഡലങ്ങളിൽ മുഹമ്മദ് ഷിയാസ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി 2026 ഇലക്ഷന് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്.